വിദേശ രാജ്യങ്ങളിൽ രാമായണമുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ഹനുമാനെ നമുക്ക് നിത്യജീവിതത്തിൽ എങ്ങനെയാണ് കാണാൻ കഴിയുക? ആരായിട്ടാണ് കാണാൻ പറ്റുക? രാമനേക്കാൾ ശക്തനായിരുന്നില്ലേ ഹനുമാൻ എന്ന് തോന്നുന്നു. എങ്ങനെയാണ് രാമലക്ഷ്മണന്മാർ ഉറങ്ങുന്നത്? ഹനുമാൻ തൻ്റെ വാല് വലുതാക്കി വൃത്താകൃതിയിൽ ഒരു കോട്ട കെട്ടി ആ കോട്ടയ്ക്കുള്ളിലാണ് രാമലക്ഷ്മണന്മാർ ഉറങ്ങുന്നത്. പാതാള രാവണൻ അടി കൂടെ വന്ന് ഇവരെ രണ്ടു കൂട്ടരെയും ഹനുമാന്റെ ചിന്തയിൽ സംഭവം മനസ്സിലായി. പാതാള രാവണൻ കൊണ്ടുപോയതാണ്. അങ്ങനെ പാതാള രാവണനെ ഞാൻ നേരത്തെ പറഞ്ഞു ആത്മധൈര്യം, ആത്മധൈര്യത്തിന് ഒരു ആധാരം ആയിട്ട് കാണുന്നത് ഈ ഹനുമാൻ. മലയാളത്തിൽ തന്നെ രാമായണം വിവിധ തരത്തിലുണ്ട്. ശ്രീലങ്കൻ രാമായണമുണ്ട്. ശ്രീലങ്കൻ രാമായണത്തിൽ സീതയാണ് മുഖ്യ കഥാപാത്രം. പാതാള രാമായണം അത് മലയാളി എഴുതിയതാ. പഴശ്ശിരാജ കുടുംബത്തിലെ ഒരു നമുക്കറിയാവുന്നത് ഒരു രാവണനാണ്. എന്നാൽ പാതാള രാമായണത്തിൽ രണ്ട് രാവണനെ പറയുന്നുണ്ട്. കഷ്ടതകളിൽ നിന്ന്, കഷ്ടപ്പാടുകളിൽ നിന്ന് ഭഗവാൻ രാമന് പോലും കഷ്ടതകളേറെ അനുഭവിക്കേണ്ടി വന്നു. അപ്പോൾ ആ കഷ്ടപ്പാടുകളിൽ നിന്ന് മുക്തി നേടാൻ ഉള്ള സഹനവും ക്ഷമയും പഠിപ്പിക്കുന്ന ഒരു മാസം കൂടിയാണ് ഈ കർക്കിടക മാസം എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാമോ? തീർച്ചയായിട്ടും. അത് പഴയ കാലത്ത് കർക്കിടക മാസത്തെ എങ്ങനെയാണ് രാമായണ മാസം ആയിട്ട് ആചരിക്കാൻ തുടങ്ങിയത്? കർക്കിടക മാസം നമുക്കറിയാം, വിഷു അങ്ങോട്ട് കഴിഞ്ഞാൽ പുതുമഴ പെയ്യും, പിന്നെ നെൽ കൃഷി ഉണ്ടാകും. ഇന്നിപ്പോൾ ഒന്നും നെൽപ്പാടങ്ങളൊന്നുമില്ല. അത് കഴിഞ്ഞാൽ കന്നിമാസം ആകുമ്പോഴേക്കും നെൽപ്പാടങ്ങൾ മൂടി നെല്ലിൻ്റെ തലപ്പ് മാത്രമേ കാണുള്ളൂ. അത്രയും വെള്ളം ഉണ്ടായിരിക്കും. കർക്കിടകമാകുമ്പോഴേക്കും പൂർണ്ണമായിട്ടും വെള്ളപ്പൊക്കമായി വയലേതാണ്, കുളമേതാണ്, തോടേതാണ് എന്നറിയാത്ത തരത്തിലേക്ക് വിളവെടുപ്പിന് വേണ്ടിയിട്ട് ഇവിടെ വിളകളും പത്തായപ്പരകളും ഒക്കെ കഴിയും. ആ സമയത്ത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം കഴിക്കാൻ യാതൊരു മാർഗവുമില്ല. ഇന്നത്തെ പഞ്ഞമാസം ഇന്നത്തെ തലമുറയ്ക്ക് താളും തകരയുമെന്ന് കേട്ടാൽ അറിയ പോലുമില്ല. പക്ഷെ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞാൻ കഴിച്ചിട്ടുണ്ട്. അന്ന് വിശപ്പടക്കാൻ താളും തകരയുമാണ്. ചേമ്പിന്റെ തണ്ടും ഇലയും പിന്നെ തകരച്ചെടി, മഞ്ഞപ്പൂവുണ്ടാകുന്ന തകരച്ചെടി ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. നാട്ടിൽ ഇപ്പോഴും കിട്ടും. കഴിച്ചിട്ടുണ്ട്. നല്ല ആരോഗ്യമുള്ള ഔഷധ സസ്യങ്ങളാണത്. അപ്പം അത് കഴിച്ചിരിക്കുന്ന ഈ ഒരു സമയം എന്ന് പറയുന്നത് എണ്ണയൊക്കെ തേച്ച് ജോലിക്കൊന്നും പോണ്ട എണ്ണ. അപ്പം ആരോഗ്യ സംരക്ഷണം, ഇത് മറ്റ് ചിന്തകളൊന്നും ഇല്ലാത്ത ഒരു സമയം. ഈ സമയത്ത് രാമനെ ഭജിക്കുക എന്നുള്ള ഒരു, കൃഷ്ണനും ഒക്കെ ഭജിക്കുന്നുണ്ടാവും, പക്ഷെ രാമായണത്തിന് അതിന് പ്രാധാന്യം കൊടുത്തു. അതേസമയം ഇന്നത്തെ രീതിയിൽ കർക്കിടക മാസത്തെ രാമായണ മാസം എന്ന് പറയാനൊരു കാരണം ഉണ്ടായതെന്ന് വെച്ചാൽ, ഒരു കാലഘട്ടത്തിൽ രാമായണവും മഹാഭാരതവും ചുട്ടരിക്കണം എന്ന ഒരു ആശയം ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പ്രചരണം നടത്തിയിരുന്നു. ജനങ്ങളെ അന്ധവിശ്വാസികളാക്കുകയാണ്, അതുകൊണ്ട് ഇത് ചുട്ടരിക്കണമെന്ന്. ഇതിനെതിരെ ഹിന്ദു സംഘടനകളെല്ലാവരും എറണാകുളത്ത് ചേർന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുകയാണ്. കർക്കിടകത്തിൽ രാമായണ മാസം ആചരിക്കണം. ആ രാമായണ മാസമാണ് ഇന്ന് എല്ലാ ക്ഷേത്രങ്ങളിലും, എല്ലാ വീടുകളിലും, എല്ലാ സാംസ്കാരിക സ്ഥാപനങ്ങളിലും ഒക്കെ ആചരിച്ചു കൊണ്ടിരിക്കുന്നത്. കർക്കിടക മാസം എന്നിപ്പോൾ പറയില്ല, രാമായണ മാസം. ആ ചരിത്രം ഓർമ്മിപ്പിച്ചാൽ പലരും ഇത് ആചരണം നിർത്തും. അത് ഓർമ്മിപ്പിക്കാതിരിക്കുന്നത് ഇന്ന് അന്ന് ഇതൊക്കെ കത്തിക്കാനും ഇല്ലാതാക്കാനും നടന്നവരൊക്കെ ഇന്ന് മുൻപന്തിയിലാണ്. മതസൗഹാർദ്ദ ശ്രീകൃഷ്ണ ജയന്തി നടത്തുന്ന വക്കിൽ വരെ എത്തി നിൽക്കുന്ന സാഹചര്യം. അത് നല്ലതാണ് ഒരു വിധത്തിൽ. അങ്ങനെയെങ്കിലും അവരിതിനെ കുറിച്ചൊക്കെ പഠിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഈ രാമായണത്തിലേക്ക് വരുമ്പോൾ രാമായണത്തിന്റെ വിവിധങ്ങളായ വേർഷനുകളുണ്ട്. പലരെഴുതിയ, പല ഭാഷകളിൽ രചിക്കപ്പെട്ട, വാമൊഴിയായും വരമൊഴിയുമായൊക്കെ പ്രചരിക്കപ്പെട്ട രാമായണം. ഇതിൽ ഈ പുസ്തകത്തിൻ്റെ ഭാഗമായി ഇതിലൊക്കെ റിസർച്ച് നടത്തിയിട്ടുണ്ട് എന്നറിയാം. അതിൽ ഏറ്റവും മനുഷ്യനുമായി ചേർന്ന് നിൽക്കുന്നത് എന്ന് തോന്നിയ രാമായണം ഏതാണ്? അതും പറയുമ്പോൾ അധ്യാത്മരാമായണം തന്നെയാണ്. നമ്മൾ വിദേശ രാജ്യങ്ങളിൽ രാമായണമുണ്ട്. വിദേശ രാജ്യങ്ങളിൽ എല്ലാ രാജ്യങ്ങളിലും രാമൻ അലയടിച്ചു കൊണ്ടിരിക്കുക. അത് കർക്കിടക മാസത്തിലല്ലാന്ന് മാത്രം. ഈ രാമായണ മാസം രാമനവമി ആഘോഷിക്കുന്ന മറ്റു രാജ്യങ്ങളുണ്ട്. ഇന്തോനേഷ്യയിലൊക്കെ ഉണ്ട്. ഇന്തോനേഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ രാമായണമുണ്ട്. വിവിധ ഭാഷകളിലുണ്ട്. ആ രാഷ്ട്രങ്ങളിൽ തന്നെ പ്രാദേശിക ഭാഷകളിൽ രാമായണമുണ്ട്, രചിക്കപ്പെട്ടിട്ടുണ്ട്. മലയാളത്തിൽ തന്നെ രാമായണം വിവിധ തരത്തിലുണ്ട്. ശ്രീലങ്കൻ രാമായണമുണ്ട്. ശ്രീലങ്കൻ രാമായണത്തിൽ സീതയാണ് മുഖ്യ കഥാപാത്രം. മറ്റൊന്ന് പാതാള രാമായണം, അത് മലയാളി എഴുതിയതാ. പഴശ്ശിരാജ കുടുംബത്തിലെ ഒരു കോട്ടയം രാജാവാണ് എഴുതിയത്. പാതാള രാമായണം നമുക്കറിയാവുന്നത് ഒരു രാവണനാണ്. എന്നാൽ പാതാള രാമായണത്തിൽ രണ്ട് രാവണനെ പറയുന്നുണ്ട്.
പാതാളത്തിൽ രാവണൻ, മറ്റൊന്ന് പിന്നെ രാവണവുമായി യുദ്ധം ചെയ്യുന്ന ലങ്കയിലെ രാവണൻ. രണ്ട് രാവണന്മാർ. അതിൻ്റെ ഒരു കോട്ടയം രാജാവാണ് അത് എഴുതിയിരിക്കുന്നത്. കോട്ടയം രാജാവ് എന്ന് ഉദ്ദേശിച്ചത് കുറുമ്പ്രനാട് കോട്ടയം പഴശ്ശിയുടെ ആൾപ്പെട്ട രാമൻ ലക്ഷ്മണന്മാരും ഒക്കെയുള്ള യുദ്ധം നടക്കുന്ന സമയം. ഈ യുദ്ധം നടക്കുന്ന സമയത്ത് രാവണന് തോൽവി സംഭവിക്കുക. അങ്ങനെ ഈ രാവണൻ പാതാളത്തിലെത്തിയത് എങ്ങനെയാ വെച്ചാൽ മഹാവിഷ്ണുവിൻ്റെ ഉപദ്രവം, അവരെ സംബന്ധിച്ചിടത്തോളം ആക്രമിക്കുന്നത് ഉപദ്രവമാണല്ലോ. മഹാവിഷ്ണുവിൻ്റെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ ഈ രാക്ഷസന്മാരെല്ലാവരും കൂടെ പാതാളത്തിലേക്ക് പോയി. ആ പാതാളത്തിൽ പോയപ്പോൾ അവിടെ ഒരു പ്രമുഖനായ ഒരാൾ, അതിൻ്റെ പേരെൻ്റെ ഓർമ്മയിൽ വരുന്നില്ല, അദ്ദേഹം അവിടുത്തെ വലിയ രാജാവാണ്. പാതാള രാക്ഷസ രാജാവ് രാവണൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ രാവണ യുദ്ധ സമയത്ത് രാവണന് ക്ഷീണം സംഭവിച്ച സമയത്ത് പാതാള രാവണൻ്റെ അടുത്താണ് 10 തല എന്ന് ഉദ്ദേശിച്ച 10 ആളുകൾ ശക്തിയാണ്. ഈ തൻ്റെ ദുഃഖം പറയുകയാണ്, ഇങ്ങനൊരു അപകടത്തിലാണ് പെട്ട് കിടക്കുന്നത്. അപ്പം അതിന് പരിഹാരം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. രാവണനെയും ലക്ഷ്മണനെയും ഇദ്ദേഹം വധിക്കാമെന്ന് പറയാം. പാതാളത്തിൽ കൂടെ ഒരു വഴിയുണ്ടാക്കി രാമലക്ഷ്മണന്മാർ ഉറങ്ങുന്ന സമയത്ത്. എങ്ങനെയാണ് രാമലക്ഷ്മണന്മാർ ഉറങ്ങുന്നത്? ഹനുമാൻ തൻ്റെ വാല് വലുതാക്കി വൃത്താകൃതിയിലൊരു കോട്ട കെട്ടി, ആ കോട്ടയ്ക്കുള്ളിലാണ് രാമലക്ഷ്മണന്മാർ ഉറങ്ങുന്നത്. പാതാള രാവണൻ അടി കൂടെ വന്ന് ഇവരെ 2 കൂട്ടരെയും എടുത്ത് കൊണ്ടുവന്ന് ഈ പാതാളത്തിൽ ഭദ്രകാളിയുടെ മറ്റോ ഒരു ദേവി ക്ഷേത്രമുണ്ട്, അതിനകത്ത് അവിടെ തൊട്ട് മുന്നിൽ കിടത്തി പിറ്റേന്ന് രാവിലെ വധിക്കാൻ വേണ്ടിയിട്ട് ഉള്ള തീരുമാനമാണ്. ഹനുമാൻ എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് ഇവരെ രണ്ടാളെയും കാണാനില്ല. വിഭീഷണൻ നോക്കുമ്പോൾ കാണാനില്ല. എവിടെ പോയി? ഹനുമാൻ്റെ ചിന്തയിൽ സംഭവം മനസ്സിലായി, പാതാള രാവണൻ കൊണ്ടുപോയതാണ്. അങ്ങനെ പാതാള രാവണനെ ഹനുമാൻ വധിച്ച് രാമലക്ഷ്മണന്മാരെ രക്ഷപ്പെടുന്ന കഥയാണ് പാതാള രാമായണം. ആദിവാസി വിഭാഗത്തിന് ഒരു രാമായണമുണ്ട്. അത് വയനാട് മേഖലയിലാണ് രാമായണമുള്ളത്. ഇവിടുന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ശ്യാംകുമാർ എന്ന് പറയുന്ന ഒരാൾ, ഡോക്ടർ ശ്യാംകുമാർ, കഴിഞ്ഞ ദിവസം 2 ആഴ്ച മുമ്പ് ഒരു പ്രസ്താവന ഇറക്കി. ദലിതരായ ആരും രാമായണം വായിച്ചിട്ടില്ല, വായിക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ രാമായണ പാരായണത്തെ പ്രതിരോധിക്കേണ്ടതാണ് എന്ന് പറയുന്നത്. രാമായണ പാരായണം ചെയ്യുന്നത് ബ്രാഹ്മണരുടെ കാലിലെ പൊടി ഭക്ഷിക്കുന്നതിന് തുല്യമാണ്. എന്നാൽ ഇദ്ദേഹം ഈ ആദിവാസി രാമായണം ഒന്നും വായിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ മറച്ചു വെച്ചിരിക്കുകയാണ്. അത് ജനങ്ങൾക്കിടയിൽ, ഹിന്ദു സമൂഹത്തിൻ്റെ ഇടയിൽ എങ്ങനെയാണ് സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുക? ആ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ ഈ ശ്യാംകുമാറിനെ പോലുള്ള നിരവധി ആളുകൾ നമ്മളെ കേരളത്തിലുണ്ട്. അത് കർക്കിടക മാസമായ രാമായണം. ഇനി നോക്കൂ, അടുത്ത മാസം രാമായണം ഓണമാണ്. ഓണം വരുമ്പോൾ മഹാബലിയും വാമനനെ വെച്ചിട്ട് ഇനിയിപ്പോൾ ശ്യാംകുമാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയും. 2 കൂട്ടർ തിരിച്ചും മറിച്ചുണ്ടേ ഉണ്ട്, ഇപ്പുറത്തുണ്ട്. മഹാബലി വരുന്നതല്ല, വാമന ജയന്തിയാണെന്ന് പറയുന്നവരുമുണ്ട്. അതെ, അല്ല, ഇത് വരുന്നത് എങ്ങനെയാ വെച്ചാൽ ഇവിടെ ഈ ഹിന്ദു സമൂഹത്തിനിടയിൽ സ്പ്ലിറ്റ് വരുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം. അത് എന്താണെന്നുള്ളത് നമ്മൾ കൂലങ്കഷമായി പഠിക്കേണ്ടതുണ്ട്. ഇത് ഒരു ഹിന്ദു സമൂഹത്തിനിടയ്ക്ക് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് സ്പ്ലിറ്റ് ഉണ്ടാക്കിയാൽ ആർക്ക് നേട്ടം, എന്തൊരു ക്വസ്റ്റ്യൻ വരുന്നു. പക്ഷേ ഞാൻ ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ, ഒന്ന് എം സ്വരാജ്, CPM-ന്റെ നേതാവായിട്ടുള്ള എം സ്വരാജ് പല ഈ പുസ്തകങ്ങൾ അല്ലെങ്കിൽ ഇത് സാംസ്കാരിക സമ്മേളനങ്ങളിലൊക്കെ ഈ മാതൃഭൂമിയൊക്കെ സംഘടിപ്പിക്കുന്ന കാവോലെയുള്ള പരിപാടികളിലൊക്കെ പോയിട്ട് സംസ്കൃത ശ്ലോകങ്ങൾ ചൊല്ലുന്ന കണ്ടിട്ട് നമ്മളിങ്ങനെ കണ്ണുമിഴിച്ചിരുന്നിട്ടുണ്ട്. പിണറായി വിജയൻ സഖാവ്, അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിലൊക്കെ അദ്ദേഹം ചില ഇഷ്ടപ്പെട്ട ശ്ലോകങ്ങളൊക്കെ ചൊല്ലി കേൾപ്പിക്കുന്നത്. അപ്പം ഇതൊക്കെ വിശ്വസിക്കുകയും ഇതിനെയൊക്കെ ഫോളോ ചെയ്യുകയും ചെയ്യുന്നവരെക്കാൾ കൂടുതൽ ഇതിനെ വിമർശിക്കാൻ വേണ്ടി ഇവരിത് പഠിക്കുന്നുണ്ട് എന്നുള്ളൊരു പോസിറ്റീവ് കാര്യം കൂടിയാണ്. ഈ ഡോക്ടർ ശ്യാംകുമാറും അത്തരത്തിലുള്ള ശ്യാംകുമാർ രാമായണത്തെക്കുറിച്ചല്ല, വേദങ്ങളെക്കുറിച്ച് നല്ല പഠിച്ച ആളാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെതായ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഈ രീതിയിൽ പറയുന്നു മാത്രം. അദ്ദേഹത്തിനൊന്നും ഇത് അറിയാഞ്ഞിട്ടൊന്നുമല്ല. ഇനിയിപ്പോൾ ഈ സ്വരാജ് ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാർ ഒക്കെ വളരെ EMS നമ്പൂതിരിപ്പാടിനെ അറിയില്ലേ? വേദം പഠിച്ച ആളല്ലേ, എല്ലാവർക്കും അറിയാം. ഓക്കെ. അപ്പോൾ രാമായണം അങ്ങനെ പല തലങ്ങളിൽ, പല ഭാഷകളിൽ, പല രീതികളിൽ, പല ഭാവങ്ങളിൽ ഇങ്ങനെ പോവുകയാണ്. പക്ഷെ എല്ലായിടത്തും രാമൻ എന്ന് പറയുന്ന മര്യാദാപുരുഷോത്തമനായ ഒരാളുണ്ട്. പക്ഷേ എല്ലാ രാമായണങ്ങളിലും ആർക്കും എതിർപ്പില്ലാതെ രാമനൊപ്പം കൂടെ കൂട്ടുന്ന ആൾ ഹനുമാനാണ്.
അതെ 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 അതെ. ഇപ്പോൾ ഒരിക്കൽ നമ്മുടെ വ്യാസൻ അറിയില്ലേ, വ്യാസൻ പ്രഭാഷകൻ, വ്യാസൻ ഒരു കഥ പറഞ്ഞപ്പോൾ, രാമായണ കഥ പറഞ്ഞു തുടങ്ങിയപ്പോൾ അത് ഹനുമാനിലേക്ക് എത്തപ്പെട്ടു. അവസാനം രാമൻ ജീവത്യാഗം ചെയ്യാൻ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന മുദ്രമോതിരം എടുത്ത് പാതാളത്തിലേക്ക് ഇട്ടുവെന്നും ഹനുമാനോട് അത് പോയി എടുത്തിട്ട് വരൂ, അപ്പോൾ ഹനുമാനെ ഒഴിവാക്കണം, അതിനുവേണ്ടി അവിടെ പോയി എടുത്തിട്ട് വരൂ എന്ന് പറയും. ഹനുമാൻ പാതാളത്തിലേക്ക് ചെന്നപ്പോൾ ഒരു കുന്ന് മോതിരങ്ങൾ ഇങ്ങനെ കിടക്കുമ്പോൾ ഇതെന്താണ് എന്ന് ചോദിക്കുമ്പോൾ പറയും, എല്ലാ യുഗത്തിലും എല്ലാ ജന്മത്തിലും രാമൻ അവതരിക്കുന്നുണ്ട്, ഒപ്പം നീയും അവതരിക്കുന്നുണ്ട്. ഓരോ ജന്മത്തിലും രാമൻ പോകുമ്പോൾ, യാത്രയാകുമ്പോൾ നിന്നെ ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്, അത് നിനക്ക് ഇഷ്ടമുള്ള മോതിരം എടുത്തോളൂ എന്ന് പറഞ്ഞ് മടങ്ങി വരുമ്പോഴേക്ക് രാമൻ ജീവത്യാഗം ചെയ്തിരുന്നു എന്ന് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത്. അപ്പം ഈ ഹനുമാനെ നമുക്ക് നിത്യജീവിതത്തിൽ എങ്ങനെയാണ് കാണാൻ കഴിയുക, ആരായിട്ടാണ് കാണാൻ പറ്റുക? നല്ലൊരു സുഹൃത്ത്. ഈ ഹനുമാൻ എന്ന ഒരു കഥാപാത്രം രാമായണത്തിലെ ഏറ്റവും ശക്തനായ ഒരു കഥാപാത്രം രാമനാണോ ഹനുമാനാണോ എന്ന് ചോദിച്ചാൽ ശരിക്കും പെട്ടുപോകും. കാരണം എന്താ വെച്ചാൽ ഒരു നല്ല ഒരു കുറ്റാന്വേഷണകൻ, ഒരു പക്ഷേ ലോകത്ത് തന്നെ ആദ്യത്തെ കുറ്റാന്വേഷണം നടന്നത് സീതയെ കണ്ടെത്തുക എന്നതായിരിക്കും. രാജ്യത്ത് ഒരു വലിയ സാഹസത്തിൽ കൂടിയാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത്. പിന്നെ അതിന് അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ രാമായണത്തിൽ വായിക്കുമ്പോൾ ശക്തനായ രാമനേക്കാൾ ശക്തനായിരുന്നില്ലേ ഹനുമാൻ എന്ന് തോന്നിപ്പോകും. അത് നമ്മുടെയൊക്കെ ആത്മവീര്യം ഉണർത്തുന്നതാണ് ഈ ഹനുമാൻ്റെ ആ ശക്തി. ഇപ്പോൾ നമ്മൾ വടക്കൻ പാട്ട് കഥകൾ, ആരോമൽ ചേകവരുടെയും ഒക്കെ കഥ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആവേശം, ഈ ആവേശം സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഹനുമാനായാലും ശരി ആരോമണി ആയാലും ശരി നമുക്കൊരു ഞാൻ നേരത്തെ പറഞ്ഞു ധൈര്യം, ആ ആത്മധൈര്യത്തിന് ഒരു ആധാരം ആയിട്ട് കാണുന്നത് ഈ ഹനുമാൻ. ഹനുമാൻ ലങ്കയിലേക്ക് എത്താൻ നിമിഷ നേരം മതിയായിരുന്നു, രാമനും സംഘത്തിനും എത്താൻ രാമസേതു നിർമ്മിക്കേണ്ടി വന്നു. അതെ അതെ. അപ്പോൾ സ്വാഭാവികമായും രാമനെ നമ്മളെപ്പോഴും ഒരു മനുഷ്യനാണ്, മനുഷ്യർക്കിടയിൽ ജീവിച്ചിരുന്ന ദൈവികമായ കഴിവുകളുള്ള ഒരാളായി അങ്ങനെ കണക്കാക്കണം. കാരണം അത്രയും ആ ഒരു തലത്തിലുള്ള ആളുകളെ മുഴുവൻ നമുക്ക് ദൈവത്തിൻ്റെ അംശം എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ നമുക്ക് സങ്കല്പിക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം രചിച്ചത് പോലും അദ്ദേഹം ഗന്ധർവൻ്റെ അംശമാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. എന്തായാലും രാമായണം നാൾക്കുനാൾ വലിയ ഖ്യാതിയോടുകൂടി വളരട്ടെ. അതെ, എല്ലാവരും വിശ്വസിക്കുന്ന ഗ്രന്ഥമായി മാറട്ടെ. അങ്ങയുടെ കൃതിക്ക് എല്ലാവിധ ആശംസകളും. ഇറങ്ങുന്ന സമയത്ത് വീണ്ടും നോക്കിയിരിക്കാം.